നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിൽ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി. 15-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദം കേട്ടതിനു ശേഷം തുടർ നടപടികളെന്ന് കോടതി. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം സെഷൻസ് കോടതി. വിശദവാദം തിങ്കളാഴ്ച. എഫ്ഐആർ നിലനിൽക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതി. രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. സംസ്ഥാനത്ത് SIR-നുള്ള സമയം ഇനിയും നീട്ടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ CPM-ഉം കോൺഗ്രസും. പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന വേണമെന്ന ആവശ്യം. പരാതി പരിഹാരത്തിന് രേഖകൾ ഹാജരാക്കേണ്ടത് 50 ലക്ഷം പേർ. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാധ്യത. വിമാനയാത്രാ പ്രതിസന്ധിക്കിടെ ആഭ്യന്തര ടിക്കറ്റുകൾക്ക് പരിധി നിശ്ചയിച്ച് വ്യോമയാന മന്ത്രാലയം. 500 കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്ക് പരമാവധി 7500 രൂപ മാത്രം. യാത്രക്കാരെ ചൂഷണം ചെയ്യരുതെന്ന് കർശന നിർദ്ദേശം. റീഫണ്ടിംഗ് നടപടികൾ നാളെ രാത്രിക്കകം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. ഇന്നും മുടങ്ങിയത് 800-ലേറെ സർവീസുകൾ. ബദൽ സംവിധാനം ഒരുക്കി റെയിൽവേ. ഇന്നും നാളെയും പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് 1 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രം. സർവീസ് റോഡ് തിങ്കളാഴ്ചയ്ക്കകം ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. അടിത്തറ നിർമ്മിച്ചതിലടക്കം വീഴ്ചയെന്ന പ്രാഥമിക നിഗമനം. അപാകത സംസ്ഥാനത്തിന്റെ മേൽ കെട്ടിവെക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. പ്രതീക്ഷയും ആശങ്കയുമായി മുന്നണികൾ. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ പരമ്പര ഇന്ത്യയ്ക്ക്. വിശാഖപട്ടണം ഏകദിനത്തിൽ ഇന്ത്യയുടെ ജയം 9 വിക്കറ്റിന്. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. പ്രസിദ്ധ് കൃഷ്ണയ്ക്കും കുൽദീപ് യാദവിനും 4 വിക്കറ്റ് വീതം നേടി. ആദ്യ പീഡനക്കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ജാമ്യം നിരസിച്ച സെഷൻസ് കോടതി വിധിയും സമർപ്പിച്ച തെളിവുകളും പരിശോധിക്കണമെന്ന അഡ്വക്കേറ്റ് S. രാജീവിന്റെ അപേക്ഷ ജസ്റ്റിസ് K. ബാബു അനുവദിച്ചു. ഹർജി ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. അതുവരെ ഈ കേസിൽ അറസ്റ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് K. ബാബു മുൻപാകെ പ്രധാനമായും ഒരൊറ്റ കാര്യമാണ് ഹർജി ഭാഗം അഭിഭാഷകൻ S. രാജീവ് ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട കോടതി വസ്തുതകൾ പ്രാഥമികമായി തന്നെ വിലയിരുത്തണം. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിരസിച്ച സാഹചര്യവും അതിൽ കോടതി ഉത്തരവിൽ വിലയിരുത്തിയ കാര്യങ്ങളും പരിശോധിക്കണം. ഇരുകൂട്ടരും സെഷൻസ് കോടതിയിൽ നൽകിയ രേഖകളും വാട്സാപ്പ് ചാറ്റുകളും പെൻഡ്രൈവും വിലയിരുത്തണം. കേസിന് രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതുകൊണ്ടും തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിഷയം വലിയ ചർച്ചയായിട്ടുള്ളതുകൊണ്ടും ജാമ്യാപേക്ഷ നൽകിയ രാഹുലിന്റെ അറസ്റ്റ് ദയവായി തടയണം. വസ്തുതകൾ പ്രാഥമികമായി പരിശോധിച്ച കോടതി ബലാത്സംഗ കുറ്റം നിലനിൽക്കാൻ സാധ്യതയില്ലെന്ന സെഷൻസ് കോടതി ഉത്തരവിലെ പരാമർശം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ആ കുറ്റമില്ലെങ്കിൽ പിന്നെയുള്ള ഭ്രൂണഹത്യാ കുറ്റം നിയമപരമായി ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അല്ലെങ്കിൽ ഹർജിക്കാരൻ ഇരയെ നേരിട്ട് ആക്രമിച്ച് പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഭ്രൂണഹത്യ നടത്തണം. അത്തരം സാഹചര്യങ്ങളൊന്നും ഈ കേസിൽ ആരോപിച്ചിട്ടില്ലെങ്കിൽ കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും ജാമ്യം ലഭിക്കാവുന്ന ചെറിയ കേസായി മാറും. ഇത്തരം നിയമവശങ്ങൾ വിലയിരുത്തിയാവണം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞത്. കേസ് 15-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന് വിശദീകരണവും ലഭ്യമായ തെളിവുകളും നൽകാം. കോടതി വിശദമായ വാദം കേട്ട് ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കും. അഡ്വക്കേറ്റ് രാജേഷ് VR, അമൃത ന്യൂസ്, കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി. കേസിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കുമെന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പറഞ്ഞു. വിശദമായ പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഹുലിന്റെ ഹർജിയാണ് തിരുവനന്തപുരം സെഷൻസ് അതിവേഗ കോടതി പരിഗണിച്ചത്. നിലവിൽ അറസ്റ്റ് തടയില്ലെന്ന് പറഞ്ഞ കോടതി തിങ്കളാഴ്ച വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. എന്തുകൊണ്ട് പരാതി KPCC പ്രസിഡന്റിന് ലഭിച്ചുവെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നും കോടതി ചോദിച്ചു.
കേസിൽ കഴമ്പുണ്ടെന്ന് KPCC പ്രസിഡന്റിന് തോന്നിയതുകൊണ്ടാകാം പോലീസിന് കൈമാറിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇമെയിലിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR മാത്രം രേഖപ്പെടുത്തിയാണ് കേസെടുത്തതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ അടക്കം തിങ്കളാഴ്ച കോടതി വിശദമായ വാദം കേൾക്കും. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് ഈ മാസം 15-ാം തീയതി വരെ തടഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടിയുണ്ടായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നത് ഹൈക്കോടതിയുടെ താൽക്കാലിക വിധി മാത്രമാണെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഫലപ്രദമായിട്ട് നിയമത്തിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. ഇതിന് ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നാണ്. താൽക്കാലികമായി തടഞ്ഞതുകൊണ്ട് താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കേസുകൊണ്ട് രണ്ടാമത്തെ കേസിന് വീണ്ടും പോലെ തന്നെയുള്ള അപ്പോൾ മൂന്നാമത്തെ അതും വരും. രാഹുലിന് സമയം കൊടുത്ത ഹൈക്കോടതി നടപടി നീതീകരിക്കാൻ കഴിയില്ലെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ലെന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് താല്പര്യമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അത് CPMന്റെ ഗവൺമെന്റിന്റെ കുഴപ്പമാണ്. കാരണം ഞങ്ങളിത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടി കൊണ്ടുപോയി രാഹുലിൻ്റെ അറസ്റ്റ് വൈകിപ്പിച്ചതിന് ഉള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രി കോൺഗ്രസിന് മേൽ കുറ്റം ചുമത്തുമ്പോൾ പോലീസ് നൽകിയ റിപ്പോർട്ട് എന്താണെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടി കടന്നു പോകണം, അടുത്ത ദിവസം കൂടി വീണ്ടും കടന്നു പോകണം. 9-ാം തീയതി വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. ആ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് 11-ാം തീയതി വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്ന അവസരത്തിൽ അതുവരെയും ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുവാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന സത്യാവസ്ഥ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ച് കോടതി. ഹർജി പരിഗണിച്ച തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. കേസിനോട് രാഹുൽ ഈശ്വർ സഹകരിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് കോടതി വിധി. രാഹുൽ സ്ഥിരമായി അതിജീവിതമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ആളാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് രാഹുൽ അറിയിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും പോലീസ് കോടതിയിൽ ഉന്നയിച്ചു. കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. കേസിൽ ജാമ്യം നിഷേധിച്ചതോടെ രാഹുൽ ഈശ്വർ ജയിലിൽ തുടർന്നു വന്ന നിരാഹാരത്തിൽ നിന്നും പിന്മാറി. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് രാഹുൽ ഈശ്വറിനെ മെഡിക്കൽ കോളേജിലെ ജയിലിൽ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രണയബന്ധവും ഗർഭഛിദ്രവും കുറ്റകൃത്യമാകുന്നത് എപ്പോഴാണ്? ഇത്തരം കേസുകളിലെ നിയമവഴികൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നിയമം ദുരുപയോഗം ചെയ്യുന്നത് തിരിച്ചടിയാകുമ്പോൾ ഇരവാദം അപ്രസക്തമാവുകയാണ്. സമീപകാലത്തെ പല പീഡന കേസുകളിലും ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്ന പരാതി വ്യാപകമാണ്. എന്തുകൊണ്ട് ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഇരകളായ സ്ത്രീകൾക്ക് നീതി കിട്ടിയില്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടാകുന്നു. യഥാർത്ഥ പ്രശ്നം നിയമത്തിന്റെ ദുരുപയോഗം തന്നെയാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ശാരീരിക ബന്ധത്തിൽ ജീവിക്കുന്നിടത്തുനിന്ന് തന്നെ ഇരകൾ കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും അകലുന്നു. അതിനുശേഷം ഇരുകൂട്ടരും പ്രതീക്ഷിക്കാതെ ഒരു ഗർഭാവസ്ഥയുണ്ടായാൽ ബന്ധം വഷളാവുകയും ഒരുപക്ഷെ പുരുഷൻ കൈയൊഴിഞ്ഞു പോവുകയും ഒക്കെ സംഭവിക്കാം. പെൺകുട്ടി മാനസികമായും ശാരീരികമായും തകരുകയും ഭ്രൂണഹത്യ വരെ നടത്തി താൽക്കാലികമായി മാനം രക്ഷിക്കുകയും ചെയ്യാം. ഇതറിയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇരകൾക്ക് ധൈര്യം കൊടുത്ത് പരാതിയുമായി പിന്നീട് പോലീസിനെ സമീപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിരന്തരം കണ്ടുവരുന്നത്. ചില ചാനൽ അവതാരകർ അത് ആഘോഷമാക്കുന്നു. അന്തിച്ചർച്ചകളടക്കം ഇരുവരുടെയും സ്വകാര്യത സമൂഹ മാധ്യമത്തിലിട്ട് ആഘോഷിക്കുന്നു. പക്ഷേ പീഡന പരാതി കോടതിയിലെത്തുമ്പോൾ പലപ്പോഴും ഇരകൾക്ക് തിരിച്ചടിയാവുന്നു. ഇരവാദം അവിടെ തീരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ബലാത്സംഗ കുറ്റം ആരോപിച്ച് ഇര പരാതി നൽകുമെങ്കിലും മുൻപ് സ്നേഹത്തിലിരിക്കുമ്പോഴുള്ള വാട്സാപ്പ് ചാറ്റുകൾ കോടതിയിലെത്തുമ്പോൾ ബലാത്സംഗം എന്ന ഹീന കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലാകുന്നു. പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റമല്ല. പക്ഷേ അത് മറ്റൊരുത്തന്റെ ഭാര്യയുമായിട്ടാണെങ്കിൽ ഭർത്താവിന്റെ പരാതിയിൽ പുരുഷനെതിരെ മാത്രം കേസ് നിലനിൽക്കും. ഭ്രൂണഹത്യ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷെ അക്കാര്യത്തിൽ ഇരയ്ക്കും ഇണയ്ക്കും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്.
ഇരയെ ബലം പ്രയോഗിച്ച് ഭ്രൂണഹത്യ നടത്തിയാൽ മാത്രമേ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ആരോപിക്കാനാവൂ. ഫോൺ ചെയ്ത് പ്രേരിപ്പിച്ചാലും ഒരു മാതാവ് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് ആ മാതാവിനെതിരെയും കുറ്റം ചാർത്താവുന്ന കുറ്റകൃത്യമാണ്. കേസ് തിരിയുമ്പോൾ ഈ പരാതിക്കാരിയും ആരോപണ വിധേയനും ഒന്നിച്ചാൽ കൂട്ടുനിന്ന ഇരയുടെ സുഹൃത്തുക്കൾ പ്രതികളാവാനും സാധ്യതയുണ്ട്. അവർക്കെതിരെയുള്ള ശക്തയായ സാക്ഷി ഈ ഇരയായ പെൺകുട്ടി തന്നെ ആവാം. അവിഹിത ഗർഭക്കേസുകൾ ചാനൽ ചർച്ചകളിലും കോടതി മുറികളിലും എത്തിക്കുവാൻ ആവേശം കൊള്ളുന്ന മൂന്നാം കക്ഷികളായ ഉത്സാഹ കമ്മിറ്റിക്കാർ സൂക്ഷിക്കുക. നിയമം ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവർക്കും തിരിച്ചടി ലഭിച്ചേക്കും. അഡ്വക്കേറ്റ് രാജേഷ് PR, അമൃത ന്യൂസ്, കൊച്ചി. യഥേഷ്ടമുള്ള വിമാന ടിക്കറ്റ് നിരക്കിന് മൂക്കുകയറിട്ട് കേന്ദ്ര സർക്കാർ. 500 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് പരമാവധി 7,500 രൂപയെ ഈടാക്കാവൂ എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ആഭ്യന്തര സർവീസുകൾക്കാണ് നിയന്ത്രണം. വിമാനയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകുന്ന വാർത്തയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. പല വിമാന കമ്പനികളും യാത്രക്കാരെ പിഴിയുന്നത് നമ്മൾ കണ്ടതാണ്. നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ ഇല്ലാതെ കണക്ഷൻ ഫ്ലൈറ്റുകളിൽ പോലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വിമാന കമ്പനികൾ അസാധാരണമായ രീതിയിൽ നിരക്ക് കൂട്ടിയ സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ ആശങ്കകൾ കണക്കിലെടുത്ത് കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണം വ്യോമയാന മന്ത്രാലയം കൊണ്ടുവരുന്നത്. 500 കിലോമീറ്റർ വരെ 7,500 രൂപ, 500 മുതൽ 1000 കിലോമീറ്റർ വരെ 12,000 രൂപ, 1000 കിലോമീറ്റർ മുതൽ 1,500 കിലോമീറ്റർ വരെ 15,000 രൂപ, 1,500 കിലോമീറ്ററിന് മുകളിൽ 18,000 രൂപ എന്നിങ്ങനെയാണ് എക്കണോമി ടിക്കറ്റിലെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. യൂസർ ഡെവലപ്മെന്റ് ഫീസ്, പാസഞ്ചർ സർവീസ് ഫീസ്, നികുതി എന്നിവ ഇതിനു പുറമെയാണ്. ബിസിനസ് ക്ലാസിനും ഉഡാൻ ഫ്ലൈറ്റുകൾക്കും ഈ നിരക്ക് ബാധകമല്ല. ഇൻഡിഗോയിലെ പ്രതിസന്ധികൾക്കിടെ വിമാനം റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് എയർലൈൻ കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവർത്തന തടസ്സങ്ങൾ കാരണം വിമാനം റദ്ദാക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്ത സാഹചര്യത്തിൽ യാത്രക്കാർക്കുള്ള റീഫണ്ടിംഗ് നടപടികൾ ഞായറാഴ്ച രാത്രിക്കകം, അതായത് നാളെ വൈകിട്ട് 7 മണിക്കകം പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇൻഡിഗോ സർവീസുകൾ താറുമാറായതിന് പിന്നാലെ മറ്റ് വിമാന കമ്പനികളിലെ യാത്രാക്കൂലി കുത്തനെ കൂട്ടിയിരുന്നു. ഇൻഡിഗോ സർവീസ് റദ്ദായവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നോൺ സ്റ്റോപ്പ് എയർ ഇന്ത്യ ടിക്കറ്റിന് 55,955 മുതൽ 64,557 രൂപ വരെയായിരുന്നു നിരക്ക്. കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 38,000 രൂപ കടന്നു. യാത്രാക്കൂലി കൂട്ടരുതെന്ന് കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രി തന്നെ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല എന്നാണ് നിരക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നും വിമാനങ്ങൾ വ്യാപകമായി റദ്ദാകുന്ന സാഹചര്യമുണ്ടായി. ബംഗളൂരു, ഡൽഹി, മുംബൈ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം റദ്ദാക്കിയത് 600-ലേറെ സർവീസുകളാണ്. അതേസമയം പ്രതിസന്ധി രൂക്ഷമായതിനു പിന്നാലെ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേയും രംഗത്തെത്തി. ബദൽ സംവിധാനമായി 30 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഒരുക്കും. 37 ട്രെയിനുകളിലായി 116 അധിക കോച്ചുകളും വിന്യസിച്ചിട്ടുണ്ട്. ഈ മാസം 13 വരെ പ്രധാന നഗരങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ തുടരും. വ്യോമയാന പ്രതിസന്ധിയിൽ മന്ത്രാലയത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. കഴിഞ്ഞ മാസം നൽകിയ ഉത്തരവ് നടപ്പാക്കാതെ ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഗുരുതര കൃത്യവിലോപം ഉണ്ടായി എന്നാണ് DGCAയുടെ വിലയിരുത്തൽ. ഈ മാസം 15-ന് അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് സമർപ്പിക്കണം. ന്യൂസ് ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നീട്ടണമെന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. നിലവിലെ സമയപരിധി പര്യാപ്തമല്ലെന്നും ഡിസംബർ അവസാനം വരെ നടപടികൾ നീട്ടിവെക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിലില്ലെന്നും കമ്മീഷൻ നേരിട്ടിടപെട്ട് പ്രവാസി പ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാൻ സാധ്യതയുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിലവിലെ സമയപരിധി പര്യാപ്തമല്ലെന്നും ഡിസംബർ അവസാനം വരെ നടപടികൾ നീട്ടിവെക്കണമെന്നുമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ആവശ്യം. വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിൽ ഇല്ലെന്നും കമ്മീഷൻ നേരിട്ടിടപെട്ട് പ്രവാസി പ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്നും ആവശ്യമുയർന്നു. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ട്. 50 ലക്ഷത്തോളം പേർ രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നും പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു. ഇപ്പോൾ നീട്ടിയ ഒരാഴ്ചത്തെ സമയവും സഫീഷ്യൻ്റ് അല്ല. CEO സാർ ഇവിടെ പറഞ്ഞ കണക്കും ശരിയല്ല. ഈ കണക്ക് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബീഹാറിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ 34 ലക്ഷത്തോളം വോട്ടർമാർ പുറത്തേക്ക് പോകും. അപ്പോൾ അടിയന്തരമായി BLO മീറ്റിംഗ് ഒന്നുകൂടി വിളിക്കുകയും ASD ലിസ്റ്റിൽ ഇതുവരെ പെട്ടിട്ടുള്ള ASD ലിസ്റ്റിൽ പെട്ട മുഴുവൻ വോട്ടർമാർക്കും SIRൻ്റെ ഡ്രാഫ്റ്റ് റോളിൽ വരുന്നതിനുള്ള പ്രായോഗികമായ ഒരു നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം കുറ്റമറ്റ രീതിയിൽ പട്ടിക തയ്യാറാകുമെന്നും നീട്ടിയ സമയം ഫലപ്രദമായി ഉപയോഗിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു. ആവശ്യമെങ്കിൽ പ്രവാസി സംഘടനകളുടെ യോഗം വിളിക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു.
പുതിയതായിട്ട് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാ ഫോം 6, അതായത് പേര് കൂട്ടിച്ചേർക്കാനുള്ള പ്രോസസ്സിങ് അതുകൂടി നടക്കും. അതുപോലെ തന്നെ ഫോം 6A ഓവർസീസ് ഇലക്ടേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് വന്നിട്ടുള്ളതും നമ്മൾ ഈ സമയത്ത് പ്രോസസ്സ് ചെയ്യും. അതുപോലെ തന്നെ ഫോം 7 ഒബ്ജെക്ഷൻസ് ഉള്ള കാര്യങ്ങൾ കൂടി പ്രോസസ്സിങ് നടക്കും. ഫോം 8 ഷിഫ്റ്റിംഗ് തിരുത്തൽ ഉണ്ടെങ്കിലും ആ പ്രക്രിയ കൂടി ഈ സമയത്ത് നടക്കും. നിലവിൽ 5,66,182 വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടവർ 1,12,569 വോട്ടർമാരാണ്. 6,11,559 വോട്ടർമാർ മരണപ്പെട്ടതായും ഇതുവരെയുള്ള കണക്കെടുപ്പിൽ വ്യക്തമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാതിരിക്കാൻ SITയുടെ മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. SIT കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഫംഗ്ഷനിങ് അല്ല. ഇല്ലെങ്കിൽ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രി കനകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ SIT ഹൈക്കോടതി രൂപീകരിച്ച ഹൈക്കോടതി രൂപീകരിച്ചാണെങ്കിലും സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മീതെ ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, അല്ലാതെ നിൽക്കില്ല, അത് കഴിയുന്നത് വരെ മാറ്റി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ആയുധമാക്കി മുന്നണികൾ. 3 മുന്നണികളും ആവേശത്തിലും പ്രതീക്ഷയിലുമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെ പ്രചരണത്തിന് കലാശക്കൊട്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റു ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് പ്രചരണം അവസാനിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും പരസ്പരം ഉന്നയിച്ച് പ്രചരണം കൊഴുപ്പിക്കാനാണ് 3 മുന്നണികളുടെയും നീക്കം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവിധ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ LDFന്റെയും UDFന്റെയും മേൽക്കൈയിൽ വിള്ളലുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP-യുള്ളത്. വികസനക്ഷേമ പദ്ധതികളിൽ ഊന്നൽ നൽകിയുള്ള പ്രചരണമാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ നേട്ടം ഉൾപ്പെടെ വിശദീകരിച്ചുള്ള പ്രചരണം ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ സഹായകമാകുമെന്ന് LDF കരുതുമ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതായിരുന്നു പ്രചരണഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ പ്രധാന വിഷയം. എന്നാൽ വൈകിയെങ്കിലും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതിലൂടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാടുകൾ കരുത്താകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം തുടരാനായാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അനുകൂല ഫലമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് NDA. LDFനെതിരെയും UDFനെതിരെയും ആഞ്ഞടിക്കാൻ പല വജ്രായുധങ്ങളും ഇത്തവണ BJPക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമായിരുന്നു അതിൽ പ്രധാനം. തിരഞ്ഞെടുപ്പിൽ അയ്യപ്പ ഭക്തരുടെ വോട്ട് കരുത്താകുമെന്നാണ് BJP കരുതുന്നത്. എന്നാൽ കൗൺസിലറിന്റെയും RSS നേതാവിന്റെയും ആത്മഹത്യ പ്രതീക്ഷിക്കുന്ന വിജയത്തിന് തിരിച്ചടിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് 1 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രം. സർവീസ് റോഡ് തിങ്കളാഴ്ചയ്ക്കകം ഗതാഗത യോഗ്യമാക്കുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. അടിത്തറ നിർമ്മിച്ചതിലടക്കം വീഴ്ചയെന്നാണ് പ്രാഥമിക നിഗമനം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കേരളത്തിന്റെ പിടലിക്കിടാമെന്ന് കരുതേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാങ്കേതിക പരിശോധന നടത്തേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പിടലിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. ഇനി സൗദി വാർത്തകൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച 100 ഭൂമിശാസ്ത്ര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി സൗദിയിലെ മദീനയുടെ വടക്ക് ഹരത് ഖൈബർ ലാവ ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന ജബൽ അൽ ഖിദർ. യുനെസ്കോയുമായി സഹകരിച്ച് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ജിയോളജിക്കൽ സയൻസ് പ്രസിദ്ധീകരിച്ച ഏറ്റവും മികച്ച 100 ഭൂമിശാസ്ത്ര കേന്ദ്രങ്ങളുടെ പട്ടികയിലാണ് ജബൽ അൽ ഖിദർ ഇടം പിടിച്ചത്.
അറേബ്യൻ ഉപദ്വീപിലെ സമീപകാല അഗ്നിപർവ്വത ഭൂമിശാസ്ത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സൗദി അറേബ്യയിലെ ജബൽ അൽ ഖിദർ. ഇതിന്റെ ശാസ്ത്രീയവും സാംസ്കാരികവുമായ മൂല്യം കണക്കിലെടുത്താണ് ഈ പ്രദേശത്തിന് അംഗീകാരം ലഭിച്ചത്. സൗദി ഷൂറ കൗൺസിൽ സംഘം ഇന്ത്യൻ മന്ത്രിമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തി. ഷൂറ കൗൺസിൽ അംഗവും സൗദി ഇന്ത്യൻ പാർലമെന്ററി സൗഹൃദ കമ്മിറ്റി ചെയർമാനുമായ മേജർ ജനറൽ ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ ഹർബിയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾ മന്ത്രിമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങളും അവ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനുമുള്ള വഴികളും പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. സൗദിയിൽ മൊബൈൽ ഫോണിൽ അശ്ലീല ഫോട്ടോകളും വീഡിയോകളും കൊണ്ടു നടക്കുകയും സുരക്ഷാ വകുപ്പുകളുടെ പിടിയിലുമായാൽ അവർക്ക് 5 വർഷം വരെ തടവും 30 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്ന് സൗദി അഭിഭാഷകൻ സിയാദ് അൽ ഷലാൽ പറഞ്ഞു. നിരോധിത ഫോട്ടോകളും വീഡിയോകളും മൊബൈൽ ഫോണിൽ കണ്ടെത്തുന്നത് അറസ്റ്റ് നിർബന്ധമാക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിലെ മസീല ബീച്ചിൽ പുതിയ വിനോദ കേന്ദ്രമായ വിസ്റ്റ സിറ്റി പ്രവർത്തനം തുടങ്ങി. രാജ്യത്ത് ലോകോത്തര വിനോദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും എല്ലാ പ്രായക്കാർക്കും അതുല്യമായ വിനോദ അനുഭവങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് ടൂറിസം പ്രൊജക്ട്സ് കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് പുതിയ വിനോദ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ലൈറ്റ് സിറ്റി, ജയന്റ് ദിനോസർ വേൾഡ്, കുട്ടികൾക്കായി ഒരുക്കിയ പ്രത്യേക കളിയിടം, ഔട്ട്ഡോർ തിയേറ്റർ എന്നിങ്ങനെ നിരവധി വിനോദാനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ് വിസ്റ്റ സിറ്റി എന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ കൈക്കൂലി, സ്വജനപക്ഷപാതം, പൊതുഫണ്ട് ദുരുപയോഗം ചെയ്യൽ എന്നീ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജുമു അക്കൂദുബയിൽ ഖദീബുമാർ സർക്കാർ ജീവനക്കാരോടും പൊതുപ്രവർത്തകരോടും ആഹ്വാനം ചെയ്തു. വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി സ്ഥാപനങ്ങളും പദവികളും ചൂഷണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാവിധ അഴിമതികളെയും ഇസ്ലാം നിരോധിക്കുന്നതായും ഖുദൂബയിൽ ഊന്നിപ്പറഞ്ഞു. ജോലിയിൽ കൈക്കൂലി ചോദിക്കുന്നവരും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തഴഞ്ഞുകൊണ്ട് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർക്ക് നിയമനം നേടിക്കൊടുക്കുന്നവരും പൊതുഫണ്ട് ദുരുപയോഗം ചെയ്യുന്നവരുമെല്ലാം ഇസ്ലാമിക വിധിപ്രകാരം അഴിമതിക്കാരായി കണക്കാക്കപ്പെടും. അഴിമതിക്കെതിരെ പോരാടുക എന്നത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണെന്നും ഖദീബുമാർ പറഞ്ഞു. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമല തീർത്ഥാടന കാലത്തെ അപകടങ്ങൾക്ക് അറുതി വരുത്താൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ പദ്ധതി. തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന മുണ്ടക്കയം മുതൽ കുട്ടിക്കാനം വരെയുള്ള പാതയിൽ വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കി. രാത്രി സമയങ്ങളിൽ വരുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകുന്നു. ശബരിമല തീർത്ഥാടന കാലത്തെ റോഡ് സുരക്ഷ മുൻനിർത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സേഫ് സോൺ പദ്ധതി നടപ്പാക്കുന്നത്. ഇടുക്കി ജില്ലയിൽ പീരുമേട്, കുട്ടിക്കാനം എന്നിവിടങ്ങൾ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന പ്രദേശത്തെ റോഡുകളെ 6 തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സേഫ് സോൺ പദ്ധതി വഴി റോഡ് സുരക്ഷ ഉറപ്പാക്കാനും തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ലക്ഷ്യമിടുന്നു. ഇതിനായി 24 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ 6 വാഹനങ്ങളിലായി മേഖലയിലുണ്ടാകും. ഒരു ചെക്ക് പോയിന്റ് കണ്ടെത്തുക, വഴി നിന്നിട്ട് ഉദ്യോഗസ്ഥരുടെ വണ്ടി കൈ കാണിച്ച് നിർത്തി താഴെ 23 കിലോമീറ്റർ ഇറക്കമാണ്. നല്ല ടേണാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ വലിയ ടേണാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്ര ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാമിക്ക് കറക്റ്റ് സമയത്ത് ദർശനം നടത്തണമെങ്കിൽ അനാവശ്യമായിട്ട് ഓവർടേക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ബസ്, എല്ലാ കാറുകളോടും നമുക്ക് പറയാൻ പറ്റത്തില്ല. റാൻഡമായിട്ട് വരുന്ന ബസ്സുകൾ, പിന്നെ ഏറ്റവും കൂടുതൽ ടെമ്പോ ട്രാവലറും വലിയ ബസ്സിനുമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ, വാഹനങ്ങളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറുകൾ തുടങ്ങിയവ വിതരണം ചെയ്യും. മുഴുവൻ സമയവും സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തീർത്ഥാടകർക്ക് കൈമാറും. റോഡിൽ തകരാറിലാകുന്ന വാഹനങ്ങൾക്കായി മൊബൈൽ വർക്ക്ഷോപ്പും ക്രെയിൻ സംവിധാനവും ഒരുക്കുന്നു. അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രികളിലെത്തിക്കാൻ ആംബുലൻസ് സൗകര്യവും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാണ്. ശബരിമല സീസൺ ആരംഭിച്ചതിനു ശേഷം തീർത്ഥാടകരുടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതോടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ചതിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി അമ്മയുടെ ആശയങ്ങളിലൂടെയുള്ള വിവിധ മത്സരങ്ങൾ നടന്നു. കേരളത്തിലുടനീളം 400ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 4000ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. ഒരു ലോകം ഒരു ഹൃദയം എന്ന ലോക നന്മ ലക്ഷ്യമിട്ടുള്ള അമ്മയുടെ കാഴ്ചപ്പാടിലൂടെ പുതുതലമുറയെ വളർത്തിയെടുക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്തിന്റെ
വെളിച്ചമായ അമ്മയുടെ അതിമനോഹരമായ ഒരു സങ്കല്പം. ഒരു ലോകം, ഒരു ഹൃദയം. ഈ ആശയം ഒരു വിത്തായി പാകി മുളപ്പിക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. ഇതൊരു മഹാവൃക്ഷമായി വളർന്ന് ലോകത്തിനാകെ തണൽ വിരിക്കും. പുതുതലമുറയിലൂടെ അമ്മയുടെ ആശയങ്ങൾ വ്യക്തിത്വ വികസനത്തിനും ഒപ്പം ലോക നന്മയ്ക്കും വെളിച്ചത്തിന്റെ പാത തുറന്നു നൽകും. അമ്മയുടെ ആശയങ്ങൾ വരകളിലൂടെയും വാക്കുകളിലൂടെയും ചോദ്യോത്തരങ്ങളിലൂടെയും വിസ്മയങ്ങൾ തീർക്കുന്നതായിരുന്നു വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ മത്സരങ്ങൾ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ടോപ്പിക് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു ലോകം, ഒരു ഹൃദയം. നമ്മളെ ഹൃദയങ്ങളൊക്കെ യുണൈറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ആ ആഡ് തന്നെയായാലും അത് എക്സ്പ്രസ് ചെയ്ത രീതിയൊക്കെ വളരെ കൺവിൻസിങ് ആയിരുന്നു. വളരെ സന്തോഷം. നമുക്കെല്ലാം അഭിമാനമാണ് അന്ന് അങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നതും അത് മലയാളത്തിൽ ഇങ്ങനെ പ്രസംഗം നടത്തുന്നത്. അതൊക്കെ ഞങ്ങൾക്കൊരു വലിയ അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. മലയാളത്തിൽ പ്രസംഗിച്ചു, അത് ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലോകം, ഒരു ഹൃദയം എന്നുള്ളൊരു വേദി ഞങ്ങൾക്ക് ചിത്രരചനയിലൂടെ ഇപ്പോൾ ഉപന്യാസം അങ്ങനെ പല പ്രോഗ്രാമുണ്ട്. ഇങ്ങനെ ഒരു മത്സര ഇനം കൂടെ ഇതിൽ പങ്കെടുത്ത് ഞങ്ങൾക്കതിൽ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. ചിത്രരചന, ഉപന്യാസം, ക്വിസ് എന്നിങ്ങനെ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് അമൃത വിശ്വവിദ്യാപീഠം മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ 23 കേന്ദ്രങ്ങളിലായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു. നമ്മൾക്ക് ഒരു ലോകമേ ഉള്ളൂ. ആ ഒരു ലോകത്തിന് വേണ്ടി ഒരുമയോടെ ചിന്തിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ആശയം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലെവൽ കോമ്പറ്റീഷനാണ് ഇന്ന് നടക്കുന്നത്. 1000-ൽ പരം കുട്ടികൾ 2 വിഭാഗത്തിലേക്കായിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവബോധം ജനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒരൊറ്റ ലോകമാണ്. ഒരൊറ്റ ഹൃദയത്തോടെ ലോകത്തെ കാണാൻ നമുക്ക് സാധിക്കണം. ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർ ജാനുവരി 12-ന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരങ്ങളിലേക്ക് യോഗ്യത നേടും. വിജയികളാകുന്നവർക്ക് 15 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുക. വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾക്ക് പുറമെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം സംഘടിപ്പിച്ചിരിക്കുന്നത്. മത്സരം എന്നതിലുപരി നമ്മുടെ ഭൂമിയുടെ നല്ല ഭാവിയെക്കുറിച്ച് ആലോചിക്കാനും അതുകൂടാതെ ഏവരും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ആ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ വരയ്ക്കട്ടെ, എഴുതട്ടെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊല്ലം. അഖില കേരള ധീവര സഭയുടെ സ്ഥാപക പ്രസിഡന്റ് കെ ഭാസ്കരനായി സ്മൃതി മണ്ഡപം ഉയർന്നു. കൊല്ലം ജില്ലയിലെ ആലപ്പാടുള്ള കെ ഭാസ്കരന്റെ ജന്മഗൃഹത്തോട് ചേർന്നാണ് സ്മൃതി മണ്ഡപം ഒരുക്കിയത്. കൊല്ലം ജില്ലയിലെ ആലപ്പാട് ചെറിയഴീക്കലിലാണ് ധീവരസഭയുടെ സ്ഥാപക പ്രസിഡന്റിനായി സ്മൃതി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. കറുകയിൽ തറവാട്ടിൽ കൃഷ്ണശിലയിൽ തീർത്ത സ്മൃതി മണ്ഡപത്തിന്റെ സമർപ്പണം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷനും ജനറൽ സെക്രട്ടറി V ദിനകരനും ചേർന്ന് നിർവഹിച്ചു. കെ ഭാസ്കരൻ ജയന്തി ആഘോഷങ്ങൾക്ക് അമൃതാനന്ദമയി മഠം സ്വാമി സൂക്ഷ്മാമൃത ചൈതന്യ ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. ഭാസ്കരൻ സാറിനെ പോലുള്ള മഹത് വ്യക്തികൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇത്രയും കാഴ്ചപ്പാടുകളോടെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യനോട് അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയും. എൻ്റെ ഗുരുവായ അമ്മ പറയും, മനുഷ്യരിൽ എല്ലാവരിലും നല്ല കഴിവുകളുണ്ട്, പക്ഷേ അത് എത്രമാത്രം ഉപയോഗിക്കുന്നു ഉണ്ട് എന്നുള്ളതിനാണ് കാര്യം. നമുക്കൊക്കെ കിട്ടുന്ന അവസരങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ആ സൊസൈറ്റി, ആ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയാലും നമ്മളെക്കുറിച്ച് ഓർക്കുകയുള്ളൂ. ധീവരസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് US ബാലൻ അധ്യക്ഷനായ ചടങ്ങിൽ
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, CR മഹേഷ് MLA, ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ്, ധീവരസഭയുടെ വിവിധ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്മൃതി മണ്ഡപത്തിന്റെ ശില്പി TN സദാശിവനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കവാട ശിലാസ്ഥാപനം IRE ജനറൽ മാനേജർ AS അജിത് നിർവഹിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ മത്സരക്രമം പുറത്തിറക്കി. നറുക്കെടുപ്പ് പ്രകാരം അർജന്റീന ഗ്രൂപ്പ് ജെയിലും ബ്രസീൽ ഗ്രൂപ്പ് സിയിലുമാണ്. ഫ്രാൻസ് ഗ്രൂപ്പ് ഐയിലും ഖത്തർ ഗ്രൂപ്പ് ബിയിലും സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് എയിലും ഇടം നേടി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനത്തിൽ സൂപ്പർ വിജയത്തോടെ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 9 വിക്കറ്റിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. യശസ്വി ജയ്സ്വാളിന്റെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യയുടെ വിജയം. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറിയും ഇന്ത്യൻ ഇന്നിംഗ്സിന് തുണയായി. 271 റൺസ് എന്ന വിജയലക്ഷ്യം 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ പൂർത്തിയാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫിഫയുടെ സമാധാന പുരസ്കാരത്തിന് അർഹനായി. വാഷിംഗ്ടണിൽ നടന്ന ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് നറുക്കെടുപ്പ് ചടങ്ങിൽ ട്രംപ് പുരസ്കാരം സ്വീകരിച്ചു. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.